ഉണ്ടംപൊരി മധുരമുള്ളൊരു ഓർമ്മയാണ്. പണ്ട് അച്ഛൻ ചായ കുടിക്കാൻ പോകുമ്പോൾ പിന്നാലെ പോയിട്ട് ചായക്കടയിൽ നിന്ന് മേടിച്ച് തരുന്ന ഒരു ഉണ്ടംപൊരിയുടെ ടേസ്റ്റ് ഇന്ന് നാവിലുണ്ട്. ഇന്ന് ഉണ്ടംപൊരി ഉണ്ടാക്കിയാലോ? അതിനായിട്ട് 1 കപ്പ് ആട്ടപ്പൊടി, 1/2 കപ്പ് മൈദ ഇതിൻ്റെ സൈഡിലേക്ക് നീക്കി വെച്ചിട്ട് 4 പാളയംകോടൻ പഴം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ജീരകവും ഏലക്കായും ഇട്ടിട്ട് നന്നായി അരച്ചെടുക്കാം. ഈ അരച്ചെടുത്തത് പൊടിയിലേക്കായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിവിടെ 1 കപ്പ് ശർക്കര പാനിയാക്കിയതാണ് എടുത്തിട്ടുള്ളത്. അത് കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് എടുക്കാം. ഇതുപോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈ വെച്ചിട്ട് കുഴച്ചെടുക്കാം. ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് അരമണിക്കൂർ ഇങ്ങനെ ഇരിക്കട്ടെ. ഇനി കൈ ചെറുതായിട്ടൊന്ന് നനച്ചെടുത്തിട്ട് മാവിൽ നിന്ന് കുറേശ്ശെയായിട്ട് ഇതുപോലെ ഉരുട്ടിയെടുക്കുക. ചൂടുള്ള എണ്ണയിലേക്കായിട്ട് ഇട്ട് കൊടുത്തിട്ട് 2 സൈഡും തിരിച്ചും മറിച്ചും വേവിച്ചെടുക്കുക. സ്ലോവിൽ വേണം വേവിച്ചെടുക്കാനായിട്ട്, ഉൾഭാഗം വെന്ത് കിട്ടണം. അപ്പോൾ ഉണ്ടംപൊരി റെഡി ആയിട്ടുണ്ട്.